മുന്നണിക്കുള്ളിലും കുടുംബത്തിനുള്ളിലും തമ്മിലടി കൊണ്ട് ബീഹാറിൽ ഇന്ത്യ മുന്നണി തോറ്റു, കോൺഗ്രസ് തോറ്റു, RJD തോറ്റു. പക്ഷെ ആ തോൽവി അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറല്ല. RJDയും തയ്യാറല്ല, കോൺഗ്രസും തയ്യാറല്ല. കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ വീണ്ടും EVM-മായി ബന്ധപ്പെട്ട തട്ടിപ്പാണ് പറയുന്നത്. EVM-ൽ 25,000-ലധികം വോട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്തിരുന്നു എന്നാണ് നമ്മുടെ നേതാക്കൾ പറയുന്നത്. ഇനി ഏതെങ്കിലും കാലത്ത് സ്വന്തം കഴിവുകേട് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് ഇവർ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ലല്ലോ. കാര്യം 202 വോട്ട് അല്ലെ സീറ്റ് അവിടെ ഭരണകക്ഷിക്ക് വിട്ടു. ഇപ്പം ഭരിക്കുന്ന കക്ഷിക്ക് ഇവർക്ക് കിട്ടിയത് 32 സീറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിലുള്ള കാരണം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. നിരാശയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. പ്രതീക്ഷിച്ചു, എന്തായാലും അതിനുവേണ്ടിയുള്ള സർവ്വ അടവുകളും പ്രയോഗിച്ചു. കള്ളത്തരങ്ങളും മുഴുവൻ. വോട്ട് ചോരി അതായിരുന്നു കോൺഗ്രസ് നേതാവിൻ്റെ, പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അതുമായി ഏതെല്ലാം വഴിയിൽ കൂടി അദ്ദേഹം സഞ്ചരിച്ചോ ആ വഴിയിൽ മുഴുവൻ തോറ്റു. അദ്ദേഹം സഞ്ചരിച്ച വഴിയിലാണ് തീരെ വോട്ട് കിട്ടാത്ത പോയ സ്ഥലം. പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറഞ്ഞവരെന്നും ഉന്നയിക്കാറുള്ള ആരോപണം, ന്യൂനപക്ഷത്തിൻ്റെ ആക്രമിക്കുന്നവരാണ്, ന്യൂനപക്ഷത്തെ ഉറക്കുന്നവരാണ്, ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കുന്നവരാണ്. ന്യൂനപക്ഷ ഏരിയയിലത്തെ വോട്ട് കിട്ടി. അവിടെയും NDA ജയിച്ചു വന്നു. അതേ സമയത്ത് ഇവർക്ക് എല്ലാ പ്രതീക്ഷകളും തകർന്നു. കുടുംബത്തിൽ തകർന്നു. ലാലുവിന്റെ കുടുംബവും, അതെ, കുടുംബവും പെൺമക്കൾ ഉൾപ്പെടെ വീട് വിട്ടു. അപ്പം അതിപ്പം BJPയോ NDA ഘടകകക്ഷികളോ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണോ? അപ്പം സ്വന്തം കുടുംബത്തിൽ പോലും ഇതേപോലെ കലഹമുണ്ടെങ്കിൽ എത്രമാത്രം ഉള്ളിലുണ്ടാവും? കാരണം ഓരോ നേതാവിനും അനുയായികളാണ്. ഓരോ കുടുംബത്തിൽ ഓരോ വ്യക്തിക്കും അനുയായികൾ സെപ്പറേറ്റാണ്. അപ്പം ഈ കുടുംബത്തിൽ കലഹമുണ്ടായ പോലെ തന്നെ ആ പാർട്ടിക്കുള്ളിൽ അനുയായികളും ഇതേപോലെ തിരിഞ്ഞ് നിന്നുണ്ടാവും. അപ്പം കുടുംബത്തിലുണ്ടാകുന്ന കലഹം ഒരു ഭാഗത്ത്, കൂടെ നയിക്കാൻ വന്ന രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലി, ജനങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ശൈലി, പറയുന്നത് മുഴുവൻ കള്ളം. ശരിയാണ്, ശക്തമായ പ്രതിപക്ഷം എപ്പോഴും ഭരണത്തെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. നല്ലത് ചെയ്താലും ചില സമയത്ത് എതിർക്കപ്പെടും. ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. പക്ഷെ പറയുന്നത് മുഴുവൻ കള്ളം പറഞ്ഞുകൊണ്ട് ആൾക്കാർ എത്രമാത്രം കബളിപ്പിക്കാൻ സാധിക്കും? അപ്പോൾ എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് പരാജയപ്പെടുന്ന സമയത്ത് അത് വോട്ട് വിഷയൻ്റെ തകരാറാണ്, ഈ വിധത്തിലുള്ള സംസാരം സ്ഥിരം ഉണ്ടാകുന്നതാണ്. അവർ വിജയിച്ചാലോ? വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് മിഷന് യാതൊരു തകരാറുമില്ല എന്നുള്ളത് പറയും. തോറ്റാൽ മിഷനെ കുറ്റം പറയും. പിന്നെ അഴിമതി കാണിച്ചു, അതിൽ ഇലക്ഷൻ കമ്മീഷൻ കുഴപ്പമുണ്ടാക്കി, ഈ വിധത്തിൽ സ്ഥിരമായിട്ട് കോൺഗ്രസ് പറയുന്ന കാര്യമാണ്. അതിപ്പോൾ പ്രാവശ്യം RJD കൂടിയിട്ട് അത് ഏറ്റുപിടിച്ചു, അത്രയും അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇതാണ് ഇതിനെല്ലാം കാരണം. അല്ലാതെ ഇവരുടെ കുറ്റം ഇവർ സമ്മതിക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ ഭരണത്തിന് എന്തായിരുന്നു കുഴപ്പം ശരിക്ക്? ആ ഭരണം ഇതുവരെല്ലാതെ ജംഗൽ രാജ് ആയിരുന്നല്ല അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത്. ആ ജംഗൽ രാജിൽ നിന്ന് നല്ലൊരു ഭരണത്തെ കാഴ്ചവെക്കാൻ നിതീഷ് കുമാർ സാധിച്ചില്ലേ? നിതീഷ് കുമാറിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവർ അഴിമതി ആരോപണമൊന്നും കൊണ്ടുവന്നില്ല. ആ ഭരിക്കുന്ന കക്ഷികളുടെ പേരിൽ ആരുടെ പേരിൽ ആരോപണങ്ങൾ കൊണ്ടുവന്നില്ല. പിന്നെ എന്തായിരുന്നു ഇവർക്കുണ്ടായിരുന്ന കാര്യം? പിന്നെ കള്ളവോട്ട് ചെയ്യാൻ അവർ പദ്ധതി ഇട്ടിരുന്നു. നിരവധി ആൾക്കാർക്ക് വോട്ടില്ലാതെയായി എന്നുള്ളതാണ്. ആർക്കാ ഇല്ലാതെയായത്? ഇല്ലാതെയായത് ഈ നാട്ടുകാർക്കല്ല, അവിടെ കുടിയേറി പാർത്ത ബംഗ്ലാദേശികൾക്കും അതേപോലെ തന്നെ ബർമയിൽ നിന്നും മ്യാൻമറിൽ നിന്നും വന്ന ആൾക്കാർക്ക്, ഇതേപോലത്തെ ആൾക്കാർക്കാണ് വോട്ടില്ലാതെയായത്. ഇവർ വിദേശ പൗരന്മാരാണ്. അപ്പോൾ അതിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നല്ലവരാണ്, പക്ഷെ ഞങ്ങളെ തോൽപ്പിച്ചു ഇലക്ഷൻ കമ്മീഷൻ എന്നാണല്ലോ ആരോപണം കൊണ്ടുവരുന്നത്. അല്ല, കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ അറിയാം, വിജയിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നു, മതേതരത്വത്തിന്റെ വിജയം, ജനാധിപത്യത്തിന്റെ വിജയം. പക്ഷേ ഈ കോൺഗ്രസോ അവരുടെ ഇന്ത്യ മുന്നണിയിലുള്ളവരെ പരാജയപ്പെടുമ്പോൾ അത് അംഗീകരിക്കില്ല. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രശ്നം, അതോടൊപ്പം തന്നെ വർഗീയതയുടെ വിജയം, മതത്തിന്റെ വിജയം, EVM-ന്റെ വിജയം, ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ തുടർച്ചയായി തന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തോൽക്കൂ എന്ന് പറയാൻ കാരണം അത് തന്നെയാണല്ലോ. കാരണം
വിജയൻ്റെ പിന്നെ വിജയം എന്ന് പറയുന്ന സമയത്ത് അത് സ്ഥിരം പറയുന്നതാണ്. സ്ഥിരം ഇവർ തോൽക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന ഒരു വാക്ക് അതാണ്. തോൽക്കുന്നതിൻ്റെ മുമ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ പറയുന്ന പ്രചരണങ്ങളാണ്. ആ പ്രചരണത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത് മുഴുവൻ ന്യൂനപക്ഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ന്യൂനപക്ഷത്തെ ഇല്ലായ്മയായി ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ ന്യൂനപക്ഷ പ്രീണിപ്പിക്കുന്നു ഇവരെ. ഇതിൽ ഇവരാരും മോശക്കാരല്ല. അതേപോലെ തന്നെ അഴിമതിയെക്കുറിച്ച് പറയുന്നതിന് എന്താ ഇപ്രാവശ്യം അവർക്ക് അഴിമതിയെക്കുറിച്ച് ഒന്നും പറയാനുണ്ടായിട്ടില്ല. ശരിക്ക് അല്ല, അദ്ദേഹത്തിന്റെ തലയിൽ എന്താണുള്ളതെന്ന് അറിയില്ല രാഹുൽ ഗാന്ധി. കാരണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പട്ടാളക്കാരെ സംശയിക്കുകയാണ്, നമ്മുടെ രാജ്യത്തെ സംശയിക്കുകയാണ്. ആ ഒരു വ്യക്തിക്ക്, ആ വ്യക്തി നയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഏതെങ്കിലും മനുഷ്യൻ തയ്യാറാണ്? ബീഹാറിൽ ഏറ്റവും കൂടുതൽ യുവാക്കന്മാരും സ്ത്രീകളുമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. വോട്ടേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഈ യുവാക്കന്മാർ പഴയ ബീഹാർ അല്ല, അവർക്ക് വിദ്യാഭ്യാസമുള്ള യുവാക്കന്മാരാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള എല്ലാ പദ്ധതിയും NDA സർക്കാർ കേന്ദ്രമാണെങ്കിലും ആ ബീഹാർ സർക്കാരാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ നേട്ടങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ജനത ഇയാൾ കാണിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് അനുകൂലിച്ച് വോട്ട് ചെയ്യുമോ? ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടായിരുന്നെങ്കിൽ പോലും, പട്ടിണി ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല, ഉണ്ടായാൽ പോലും രാജ്യദ്രോഹികളല്ല. അതിന് ഏറ്റവും വലിയ തെളിവ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കേരളം പോലത്തെ വിദ്യാസമ്പന്നരെന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കാർ പോലും അന്നത്തെ കോൺഗ്രസ്സിന് വിജയിച്ചെടുപ്പിച്ച ഈ സമയത്ത് ബീഹാറിലെ പോലത്തെ സംസ്ഥാനങ്ങളിൽ ഈ രാജ്യസ്നേഹം കൊണ്ട് ആണ് ശരിക്കും അന്ന് ജനതാ സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിച്ചത്. കോൺഗ്രസ്സിനെ പിന്തള്ളി സമരങ്ങൾ നടത്തിയത് ബീഹാർ സമരമാണ് ശരിക്കും ആദ്യം നടന്നത്. ബീഹാറിലാണ് വിദ്യാർത്ഥികളും യുവാക്കളും രംഗത്തിറങ്ങിയത് അഴിമതി ഭരണത്തിനെതിരായിട്ട്. പിന്നെ ഗുജറാത്തിലാണ് ഇറങ്ങിയത്. ഈ രണ്ട് സ്ഥലങ്ങളും ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന, അന്നത്തെ ഗുജറാത്ത് പിന്നോക്കാണ്, ബീഹാർ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചോളം സ്വാഭിമാനമുള്ളവരാണ്, ആത്മാഭിമാനമുള്ളവരാണ് ആ ഭാഗങ്ങളിൽ. അവർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയാം, യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി ശ്വസിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. ആ സംസ്ഥാനത്തിൽ കുറേയും കൂടി വിദ്യാഭ്യാസം നേടി സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ കൈപ്പറ്റി ആ ആളുകൾ വോട്ട് തയ്യാറായ സമയത്താണ് രാജ്യദ്രോഹപരമായുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. രാഹുൽ ഗാന്ധിയെ അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിരിക്കുന്ന RJD അടുപ്പിച്ചോ ശരിക്ക് ഇലക്ഷൻ സമയത്ത്? കാരണം ഇയാളെ വായിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ അല്ല, ഇത് ബീഹാറിലെ ജനങ്ങൾ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? കാരണം അവർ ഒരു പാർട്ടി, അവർക്ക് സേവനം ചെയ്ത, വികസനം കൊണ്ടുവന്ന, ഇപ്പോൾ വിമർശിക്കുമ്പോൾ പോലും 10,000 രൂപ വനിതകളുടെ അക്കൗണ്ടിലെത്തി. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു സർക്കാരിന് വോട്ട് ചെയ്തു. അപ്പോൾ ആ ജനങ്ങളെ അപമാനിക്കുന്ന രീതിയിലല്ലേ ഈ ഇത്തരം കോടതിയിൽ പോകുന്നത്? അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതെ, ഇലക്ഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പം ജനങ്ങളെ അപമാനിക്കുകയാണ്. രാഷ്ട്രത്തെ മുഴുവൻ അപമാനിച്ചു, ഇവിടുത്തെ പട്ടാളത്തിനെ മുഴുവൻ അപമാനിച്ചു. ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമായുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെല്ലാം പരിഹാസപരമായുള്ള കാര്യങ്ങളാണ്. ആൾക്കാർ മീൻ പിടിക്കുമ്പോൾ കുളത്തിൽ പോയി ചാടുന്നു. ഇതൊക്കെ ജനങ്ങളൊരു പരിഹാസപത്രമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നടത്തം, നോട്ടം, ഇതെല്ലാം. പിന്നെ എവിടേക്കാണ് പോയത്? ഇലക്ഷൻ്റെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എവിടെ പോയി? അത് ഏത് ഇലക്ഷൻ കഴിഞ്ഞാലും എന്തെങ്കിലും ഒന്ന് വെടി പൊട്ടിച്ച് ഉടനെ സ്ഥലം വിടും, തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു വെടി പൊട്ടിക്കും. ഒന്നുകിൽ ഇദ്ദേഹത്തിന് എന്നേക്കുമായി ഇവിടെ ഇല്ലാതെയാക്കാൻ വേണ്ടി, രാഷ്ട്രീയത്തിൽ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ആരോ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആ പാർട്ടിയിൽ അങ്ങനെയാണല്ലോ എപ്പോഴും. ആ പാർട്ടിയിൽ പണ്ട് മുതലുള്ള ഒരു സ്വഭാവമാണല്ലോ. അങ്ങനത്തെ ഒരു ശ്രമം ആരോ ഏതോ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ വായിക്കൂടി വരുന്ന സംഘടനകളൊന്നും ഇദ്ദേഹത്തിൻ്റെ, വിഡിത്തം പറഞ്ഞൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. പക്ഷെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നതാണ്. ആ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളിൽ നോക്കി പറഞ്ഞ് എങ്ങനെയൊക്കെ കാണാതെ പഠിച്ചു വെക്കുമ്പോൾ അതിൽ കുറേ ധാരാളം അബദ്ധങ്ങളും വന്നു ചേരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ആള്, ആരുടെയോ കൈകളിൽ കൂടി വളരുന്നവൻ, ആരുടെയോ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അദ്ദേഹം പറയുന്നത് മുഴുവൻ ജനങ്ങൾ കാര്യമായിട്ട് ഉൾക്കൊള്ളുന്നു. പക്ഷെ വിപരീതമായിട്ടാണ് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം പഠിക്കണമല്ലോ ഇതും കൂടിയിട്ട്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്താ വന്നതെന്നുള്ളത്.
അപ്പം അതുകൊണ്ട് ബീഹാർ ജനത ശരിക്ക് ഇവരെ തള്ളി എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ബീഹാറിലെ ജനത മറ്റവരെ സ്വീകരിച്ചെന്നുള്ളത് മാത്രമല്ല, ഇവരെ തള്ളി. മറ്റതിനെ അവർ ചെയ്ത ആനുകൂല്യങ്ങൾ, അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇതിനൊക്കെ ഉൾക്കൊള്ളാനും ബീഹാർ ജനത തയ്യാറായി. അതുകൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ NDA വിജയിച്ചു, അവർ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു. ഇവരെ പ്രതിപക്ഷ നേതാവിനെ ഇവരും നിശ്ചയിച്ചല്ലേ ഇപ്പം. അവർ പിന്നെ എന്തിനാ കോടതിയിൽ പോകണം? ഇവർ നിശ്ചയിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇന്ന ആളാണെന്നുള്ളത്. പാർട്ടി ലീഡറും അദ്ദേഹമാണ്, പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹം തന്നെയാണ്, കഴിഞ്ഞ വർഷം പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹം. അപ്പോൾ അവർ നിശ്ചയിച്ച് കഴിഞ്ഞു അതും. അപ്പം ഇനി എങ്ങനെ കോടതിയിൽ പോകാൻ മതി, കോടതിയിൽ പോട്ടെ, കോടതി വിലയിരുത്തട്ടെ, ആ സമയത്ത് കോടതിയിൽ പോകുന്ന ആണ് പറയുന്നത്. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.